ഹലോ, അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ ഇന്ന് ഒരു ഫുൾ വീഡിയോ ഇടാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് ഫുൾ വീഡിയോ ആയിരിക്കും, ഐ മീൻ ഫുൾ വ്ളോഗ്. അപ്പോൾ എന്താ ഷോർട്സും റീൽസും പിന്നെന്താ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ ഇടല്. ഇന്ന് ഒരു ഫുള്ള് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളെ അക്കാഡമീൻ്റെ കീഴിലൊരു പരിപാടി ഉണ്ട്, ഒരു ഹോട്ടലിൽ വെച്ചിട്ട് പുറത്തുനിന്ന്. അപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ പോകും. 4 മണിക്കിട്ടാണ് ബസ് വരിക. ഇപ്പോൾ 3:58. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് ഇപ്പോൾ ബസ് വരും മെട്രോ സ്റ്റേഷനിലേക്ക്. അവിടെ നമ്മളങ്ങനെ പോകണം ഇൻഷാല്ലാ. അപ്പം നല്ല ഫുഡും പരിപാടിയൊക്കെ, അടിപൊളി പരിപാടിയൊക്കെ ആണ്. അപ്പോൾ എന്താണ് അവിടെ പോയതിൻ്റെ ശേഷം അറിയാം, ബാക്കി വ്ളോഗ് എടുക്കാൻ പറ്റുമോ, എങ്ങനെയാണ്, എന്തൊക്കെയാണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് ഞാനിപ്പോൾ ഇവിടെ നമ്മളെ ഹോസ്റ്റലിൽ തന്നെ ഉള്ളത്, ഡോർമെട്രിയിലുള്ളത്. ഇവിടുന്ന് മെട്രോ കയറി പോകണം. ബസ് ഇപ്പോൾ വരും, അല്ല ബസ് നമ്മൾ കയറി പോകും. അപ്പം ഇവിടുന്ന് ഒരു ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇൻഷാല്ലാ. അപ്പോൾ അവിടെ പോയിട്ട് എന്തിൻ്റെയൊക്കെയാണ് പരിപാടി, എന്താണ് ഫുഡ്, എന്താണ് നല്ല ഫുഡ് ഉണ്ടാവാനാണ് ചാൻസ്. 5 സ്റ്റാർ ഹോട്ടലാണെന്ന് തോന്നുന്നു. അപ്പം അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക ഇൻഷാല്ലാ. ഇന്നൊരു ഫുൾ വ്ളോഗ് എന്തായാലും ഇടണം വിചാരിക്കുന്നത്. അങ്ങനല്ലേ ഓരോന്ന് തുടങ്ങാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി, കിങ് ഫഹദ് ലൈബ്രറി മെട്രോ സ്റ്റേഷൻ ഇറങ്ങി ഇങ്ങനെ പോവാണ്. എല്ലാവരും ഓരോരുത്തർ ഓരോ രാജ്യത്തിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ തന്നെ ഇൻഷാല്ലാ. അവിടെ നിന്ന് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കണം. ഇത് നമ്മൾ ഇപ്പോൾ ഹോട്ടലിൽ നിൽക്കുന്ന സിറ്റിയാണ്. ഇവിടെ ഏതാ സ്ഥലം ഒന്നും അറിയില്ല. ഇവിടെ ആണുള്ളത് ഇൻഷാല്ലാ. അപ്പം ഇങ്ങനെ നടക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നല്ല രസമുണ്ട്, സൺസെറ്റും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ. ബാക്കിയൊക്കെ ഹോട്ടലിലെത്തിയിട്ട് നോക്കാം ഇൻഷാല്ലാ. ഇതായിരിക്കും നമ്മൾ പോകേണ്ട സ്ഥലം എന്ന് വിചാരിച്ചു, പക്ഷേ ഇതല്ല. ഇത് ഒരു മാളാണ്, അൽ ഫൈസലിയ മാളാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് പുറത്ത് കൂടെ പോയി. ഇതാണ് നമ്മളെ പരിപാടി എടുക്കുന്ന ഹോട്ടൽ. ഓക്കെ, ഇതാണ്. ബാക്കി പരിപാടിയൊക്കെ എന്താണെന്നൊക്കെ ഉള്ളിൽ പോയാലറിയാം. നൈസ്, റിയലി നൈസ്. അങ്ങനെ ഏകദേശം എല്ലാവരും അങ്ങനെ ഇവിടത്തേക്ക് എത്താനായി. ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഓരോ രാജ്യത്തിൻ്റെ ട്രഡീഷൻ ഒക്കെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു ഇതെല്ലാവരും ഇവിടെ എത്തി. ഓക്കെ, അങ്ങനെ നമ്മൾ ആ മാളുടെ ഉള്ളിൽ കൂടെ ഒക്കെ വന്ന് ലാസ്റ്റ് ഇവിടെ എത്തി. ഇവിടെ ഇങ്ങനെ പുറത്ത് നമ്മളെ അക്കാഡമീൻ്റെ ഒരു ഫ്ലാഗ്, എന്താ പറയുക, ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ മനസ്സിലായി. അങ്ങനെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ കോസ്റ്റ്യൂമാണ്. അങ്ങനെ ഓരോ ആൾക്കാരെ മെല്ലെ ഉള്ളിലേക്ക് അങ്ങനെ കയറി. ആൾക്കാർ വന്ന് തുടങ്ങുന്നുള്ളതിനും പരിപാടി കാരണം നമ്മൾ കുറച്ച് നേരത്തെ എത്തിക്കണം. നമ്മളോട് എല്ലാവരോടും നേരത്തെ വരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇവിടുന്ന് നമ്മളിങ്ങനെ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടുന്ന് നമ്മളെ പേരും ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ ആ ടാഗ് വാങ്ങിയിട്ട് ഞാൻ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി മഗ്‌രിബൊക്കെ സ്കെച്ച്. ഇവിടെ കുറച്ച് ആളൊന്നുമില്ല, ഉള്ളിൽ ഫുൾ ആൾക്കാരാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല, അടിപൊളി 5 സ്റ്റാർ ഹോട്ടലാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹോട്ടൽ. ഇൻഷാല്ലാ. പിന്നെ നമ്മൾ അവിടെ എത്തി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നിസ്കരിച്ച് പിന്നെ അഡ്മിഷൻ ഈ ഫസ്റ്റത്തെ പ്രൊസീജിയേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർ ഏകദേശം സ്റ്റാർട്ടറൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അവിടുന്ന് സ്റ്റാർട്ടേഴ്സ് എടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ നിൽക്കലേനും, കയറുന്നവരെ സ്റ്റാർട്ടേഴ്സ് എടുക്കും. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റീൻ്റെ ഓരോ ഇതുണ്ടായിരുന്നു ചെറിയ. അപ്പോൾ അവിടെ പോയി ഇങ്ങനെ അറബിയൊക്കെ സംസാരിച്ച്, അങ്ങനെയല്ല ജസ്റ്റ് നമുക്ക് അറിയുന്ന രീതിയിൽ പോലും അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള രീതിയിൽ അതൊക്കെ സംസാരിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പരിപാടി തുടങ്ങി. ഒരു 7 മണിയാകുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഹാളിൻ്റെ ഉള്ളിൽ നമ്മളെ കയറ്റി. അപ്പോൾ ഹാളിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി. അങ്ങനെ കുറേ എനിക്ക് തോന്നുന്നു 1.5-2 മണിക്കൂറോളം പരിപാടി ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും പരിപാടി നല്ല എൻഗേജിങ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ഫുഡ് നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു. ബുഫേ എടുത്തിട്ട് ടേബിളിൽ വന്നിരിക്കുന്ന പരിപാടി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല ഫുഡായിരുന്നു. പിന്നെ പക്ഷേ ആ ഡ്രിങ്ക് എനിക്ക് വലിയ ലൈക്കായില്ല, എന്നാലും അടിപൊളിയായിരുന്നു. ഇന്നലെ പിന്നെ ബാക്കി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷേ കഴിയുമ്പോഴത്തേക്കും, അതായത് നമ്മളെ അക്കാഡമീൻ്റെ മജ്മ മലിക് സൽമാൻ ലാലമിൽ ലോകത്തിൽ അറബിയ അക്കാഡമീൻ്റെ പേര്. അതിൻ്റെ അണ്ടറിൽ ഇങ്ങനെ അറബി ഭാഷ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഓരോ പരിപാടി നടക്കലുണ്ട്. അപ്പോൾ ഒരു നടത്തുന്ന ഒരു കോമ്പറ്റീഷനാണ് ഹർഫ് കോമ്പറ്റീഷൻ. 4 കാറ്റഗറിയായിട്ട് ഇങ്ങനെ പരിപാടി നടത്തിന്. അപ്പോൾ ഓരോ കാറ്റഗറിയിൽ കിട്ടിയ ആൾക്കാരെ പേര് അനൗൺസ് ചെയ്യൽ, പോലിക്കുള്ള ഗിഫ്റ്റും അവാർഡ് സെറിമണിയൊക്കെ പോലെ ഉള്ള പരിപാടിയാണ്. നല്ല പരിപാടിയാണ് വലിയ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് 2-3 ആൾക്കാരെയൊക്കെ കിട്ടി. പോലെയൊക്കെ കണ്ട് സംസാരിച്ച്
പിന്നെ ഫുഡൊക്കെ കഴിച്ച് എത്തുമ്പോഴത്തേക്ക് തന്നെ 1 മണിയായി, ലേറ്റായി. 1 മണിയല്ല 12:30 പിന്നെ ഒന്ന് ഫോണൊക്കെ മെസ്സേജൊക്കെ നോക്കി കിടക്കുമ്പോഴത്തേക്ക് തന്നെ 1 മണിയായി. ഇന്നിപ്പോൾ ഉറങ്ങി എണീക്കാൻ ലേറ്റായി, അതുകൊണ്ട് ബസ് പോയി, നല്ല ലേറ്റായി. ഇപ്പോൾ തന്നെ 7:45 ക്ലാസ് 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്തായാലും. ഇപ്പോൾ എന്നാണെങ്കിൽ എന്തോ ഒരു ടെസ്റ്റും ഉണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഈ ടെസ്റ്റിന് എഴുതാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയില്ല. പോയൊക്കെയെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ കിടക്കുകയും. എന്തായാലും എണീച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഇപ്പോൾ മെട്രോ സ്റ്റേഷനിലേക്ക് ഓടാണ്. അപ്പോൾ പിന്നെ ഏതായാലും നടക്കല്ലേ, വെറുതെ ബാക്കി വീഡിയോ എടുത്താളാന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വലിയ ദൂരമൊന്നുമില്ല. അതിങ്ങനെ ഇപ്പം നല്ല കാലാവസ്ഥയാണ്, അതായത് വെയിലും ഉണ്ട്, അതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് ഇട്ടേ. പക്ഷെ എന്നാൽ ഈ അടിക്കുന്ന വെയിലിന് മാത്രമുള്ള എന്തില്ല, തണുപ്പില്ല, അല്ല ചൂടില്ല, സോറി, തണുപ്പുണ്ട്. ഒരു നോർമൽ നല്ല കാലാവസ്ഥ. അപ്പോൾ പിന്നെ ഏതായാലും വീഡിയോ എടുത്ത് അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാ. അപ്പോൾ ഓക്കെ, അത്രേ ഉള്ളൂ.